ചോദ്യപേപ്പർ ചോർച്ചയിൽ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാൻ നടപടി ആരംഭിച്ച് കണ്ണൂർ സർവകലാശാല. എല്ലാ കോളേജുകളിലും പുറത്തുനിന്നുള്ള അധ്യാപകൻ നിരീക്ഷകനായി എത്തും. ഇതിനായി 70 അധ്യാപകരുടെ ലിസ്റ്റ് തയ്യാറാക്കി. ഇന്നലെ മുതലുള്ള പരീക്ഷകളിൽ നിർദ്ദേശം നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ്. പാലക്കുന്നിലെ ഗ്രീൻവുഡ് കോളേജിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ തന്നെ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിന് പിന്നാലെ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ കണ്ണൂർ സർവകലാശാല ആരംഭിച്ചു. എല്ലാ കോളേജുകളിലും പരീക്ഷാ സമയത്ത് സർവകലാശാലയുടെ പ്രതിനിധിയായി ഒരു അധ്യാപകനെ നിയമിക്കും. 70 അധ്യാപകരുടെ പട്ടിക ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു. ആവശ്യത്തിനുള്ള അധ്യാപകരുടെ പട്ടിക തയ്യാറാകുന്നതോടെ ഗവൺമെന്റ് കോളേജുകളിലും ഈ നിരീക്ഷണം ഏർപ്പെടുത്തും. അതേസമയം ചോദ്യപേപ്പർ ചോർന്ന ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജിനെതിരായ നടപടി സംബന്ധിച്ച് മെയ് 5 ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടാകും. കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കൽ, പരീക്ഷ റദ്ദാക്കൽ എന്നിവ സംബന്ധിച്ചും സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കും. ഗ്രീൻവുഡ് കോളേജിന്റെ അഫിലിയേഷൻ ഉടമകളുടെ പേരിലാണെങ്കിലും നടത്തിപ്പ് 3 കൊല്ലം മുൻപ് മറ്റൊരാൾക്ക് കൈമാറിയിരുന്നു. ഇക്കാര്യം അറിയിച്ചിട്ടില്ലെന്നാണ് സർവകലാശാല അധികൃതർ പറയുന്നത്. സർവകലാശാല അറിയാതെ നടത്തിപ്പ് കൈമാറിയാൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാകും. ജനം, കണ്ണൂർ.